ഏറ്റവും പ്രിയമുള്ളവരെ, ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു ഇന്റർവ്യൂവിനോട് ഇരിക്കുന്നത്. 27 വർഷം മഡഗാസ്കർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട രാജ്യത്ത് മിഷണറി വേല ചെയ്യുന്ന ഫാദർ ജോൺസൺ തളിയത്ത് സിയമായി അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ കേട്ട് ഈശോയോടുള്ള വലിയ സ്നേഹം നമ്മൾ കൂടുതൽ അനുഭവിക്കാനൊക്കെ ഇടയാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നത്. ജോൺസൺ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോൺസൺ തളിയത്ത്, CMI സഭയിലെ അംഗമാണ്. ഇരിഞ്ഞാലക്കുടയാണ് ഞാൻ ജനിച്ചത്. പക്ഷേ വളർന്നതൊക്കെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുള്ള മുരിയാട് എന്നൊരു ഗ്രാമത്തിലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അച്ഛനാവാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്വല്പം ലേറ്റായിട്ടാണ് ഞാൻ സഭയിൽ ചേരുന്നത്. എൻ്റെ 23-ാമത്തെ വയസ്സിൽ കോളേജിൽ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ CMI സഭയിൽ ചേരുന്നത്. ഈ മഡഗാസ്കർ എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് പോകാനായിട്ടുള്ള ഉൾവിളി എങ്ങനെയാണെന്നൊന്ന് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ? മഡഗാസ്കർ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് എനിക്ക് വലുതൊന്നും അറിയില്ലായിരുന്നു. സെമിനറിയിൽ പഠിക്കുന്ന കാലത്ത്, ഫിലോസഫി പഠിക്കുന്ന കാലത്ത് കെനിയയിലേക്ക്, ആഫ്രിക്കയിലെ കെനിയയിലേക്ക് റീജൻസി നടത്തുവാൻ പോകാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം ഉണ്ടായി, ഞാനും ഡേവിഡ് കാവുങ്കലശനും കൂടി. അവിടെ വെച്ചാണ് ഞാൻ മഡഗാസ്കറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും അവിടുത്തെ പരിതാപകരമായ സ്ഥിതിയെക്കുറിച്ച്, പ്രത്യേകിച്ചും പാസ്റ്റലായിട്ടുള്ള പരിതാപകരമായ സ്ഥിതികളെക്കുറിച്ച് കേട്ടത്. അപ്പോൾ പട്ടം കിട്ടിയതിന് ശേഷം അമ്പഴക്കാട് യൂണിവേഴ്സിറ്റി ഹൗസിൽ ജൂനിയർ മാസ്റ്ററായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയെങ്കിലും ഞാൻ പ്രൊവിൻഷ്യാളച്ചനോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു, മഡഗാസ്കറിലേക്ക് പോകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പ്രൊവിൻഷ്യാളച്ചൻ എന്ന്. അപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലും എന്നെ പോകുവാനായിട്ട് അനുവദിച്ചു. അങ്ങനെ 1997 ബഹുമാനപ്പെട്ട ലൂയിസ് രാജ് പുറത്തൂർ അച്ഛനോടൊപ്പം ഞങ്ങൾ മഡഗാസ്കറിലെത്തി. മഡഗാസ്കറിൽ 23 രൂപതകളിൽ ഒന്നായ മുറിണ്ടാവ് രൂപതയിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര അന്നത്തെ. ഞാൻ മനസ്സിലാക്കിയത് അച്ഛൻ 19 പള്ളികൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വലിയ പള്ളികളെ നമുക്കറിയാം, ചെറിയ മണ്ണുകൊണ്ടുള്ള ചെറിയ കൂനകൾ പോലുള്ള വീടുകളാണ്. അത് 19 സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളുണ്ടോ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ? അത് ആ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന പാരീഷ് ബെത്തലത്താല എന്ന പേരിലുള്ള പാരീഷാണ്, ഇടവകയാണ്. മഡഗാസ്കറിൽ അല്ലെങ്കിൽ മിഷൻ സ്റ്റേഷനിലൊക്കെ ഒരു ഇടവക എന്ന് പറയുമ്പോൾ ഒരു പള്ളിയല്ല, ധാരാളം ഔട്ട് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ബെത്തലത്താല ഒരു പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു പാരീഷാണ് 1921 ഡിസംബർ മാസത്തിൽ. ഇപ്പോൾ ഈ 3 വർഷത്തിനുള്ളിൽ ആദ്യം എനിക്ക് കിട്ടിയ പള്ളി 9 പള്ളികളായിരുന്നു. പിന്നീട് അതിനോട് ചേർന്ന് ഒരു 5 പള്ളികളും കൂടി കിട്ടി. പിന്നെ ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങളായിട്ട് പുതുതായി വില്ലേജുകൾ സന്ദർശിച്ച് 5 പള്ളികൾ കൂടി അതിനോട് കൂട്ടിച്ചേർത്ത് അങ്ങനെ 19 പള്ളികൾ ഇന്ന് ഞങ്ങൾക്കുണ്ട്. ഈ 19 പള്ളികളിൽ ഒരു പള്ളി മാത്രമേ കല്ലിൽ തീർത്ത ഒരു പള്ളിയുള്ളൂ, അല്ലെങ്കിൽ നന്നായി പണിത ഒരു പള്ളിയുള്ളൂ. ബാക്കി എല്ലാ പള്ളികളും തന്നെ മണ്ണിൽ തീർത്ത പള്ളികളാണ്. അപ്പോൾ പല അകലങ്ങളിലുള്ള പള്ളികളുണ്ട്. ബെത്താലയിൽ നിന്നും 2 കിലോമീറ്റർ തുടങ്ങി 40 കിലോമീറ്റർ അകലെ വരെയുള്ള പള്ളികളുണ്ട്. അപ്പോൾ പല പള്ളികളിലേക്കും റോഡുകളുണ്ട്, പക്ഷേ പല പള്ളികളിലേക്കും റോഡുകളില്ല. ചില പള്ളികളിലേക്ക് റോഡുകളില്ല എന്ന് മാത്രമല്ല, നമുക്ക് വഞ്ചിയിൽ വേണം സഞ്ചരിക്കാനായിട്ട് ആ പള്ളികളിൽ എത്തുവാനായിട്ട്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും എല്ലാ പള്ളികളിലും എത്തുക എന്ന് പ്രായോഗികമല്ല. എന്ന് മാത്രമല്ല, ചെറിയ പുതുതായി രൂപീകരിക്കപ്പെട്ട പള്ളികളിലൊക്കെ അംഗങ്ങളുടെ എണ്ണം വളരെ ശുഷ്കമാണ്. എന്ന് വെച്ചാൽ 10 പേര് പ്രാർത്ഥിക്കുക, 20 പേര് പ്രാർത്ഥിക്കുക, 30 പേര് വരുന്ന പള്ളികൾ, 50 പേര് വരുന്ന പള്ളികൾ, അങ്ങനെ നമുക്കത് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ സാധിക്കും. അപ്പോൾ ഞായറാഴ്ച പോകുന്ന പള്ളികളിൽ അകലം ഉള്ള പള്ളികൾ പലപ്പോഴും കൂടുതൽ ഡ്യൂറേഷന് ശേഷമാണ് നമ്മൾ അകലേക്കുള്ള പള്ളികളിലേക്ക് പോകുന്നത്. താമസിക്കുന്ന ഇതിൻ്റെ അടുത്തുള്ള പള്ളിയാണ് പ്രധാനപ്പെട്ട പള്ളി. അവിടെ മിക്കവാറും എല്ലാ ഞായറാഴ്ചയും കുർബാന ഉണ്ടായിരിക്കും. പിന്നെയുള്ള പള്ളികളുടെ സ്ട്രെങ്ത്തും ജനങ്ങളുടെ വിശ്വാസവും ഒക്കെ അനുസരിച്ച് അവർക്ക് കിട്ടുന്ന കുർബാനകളുടെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഞങ്ങൾ 2 അച്ഛന്മാരുണ്ട്, ഞാനും സെബി പാറയ്ക്കൽ എന്നൊരു അച്ഛനുണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ 4 കുർബാന 4 ഗ്രാമങ്ങളിലായിട്ട് ഒരു ഞായറാഴ്ച ചെല്ലും. ഈ മണ്ണിൽ തീർത്ത പള്ളിയാണെങ്കിലും ആ മണ്ണിൻ്റെ മക്കളുടെ വിശ്വാസ തീഷ്ണതയെക്കുറിച്ച് അച്ഛൻ്റെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു അനുഭവം ഒന്ന് ചെറുതായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ ഞങ്ങൾ? എൻ്റെ പള്ളിയിൽ, ബെത്താല പള്ളിയിൽ പഴയൊരു കാറ്റഗിസ്റ്റ് ഉണ്ട്, ജെറോം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജെറോമിന് ഏകദേശം 70-78 വയസ്സായിട്ടുണ്ട്. നടക്കാൻ വളരെ ബുദ്ധിമുട്ട്, വളരെ സ്ലോവിൽ അദ്ദേഹം നടക്കുകയുള്ളൂ.
ഞാനൊരു ദിവസം ഒരു പുതിയ വില്ലേജിലേക്ക് ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായിട്ട് പുതിയ വില്ലേജിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ വില്ലേജുകളിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൂട്ടിയാണ് പലപ്പോഴും പോകുന്നത്. യൂത്തിനും പ്രായമായവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സംഘമായിട്ടാണ് പലപ്പോഴും ഞങ്ങൾ പുതിയ വില്ലേജുകളിലേക്ക് പോകുക. അപ്പോൾ അന്ന് വില്ലേജിലേക്ക് പോകുന്ന അവസരത്തിൽ കാറ്റഗിസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞു. ഈ കാറ്റഗിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടയേർഡ് കാറ്റഗിസ്റ്റാണ്, പ്രായമായ ആളാണ്, വളരെ വിഷമിച്ചാണ് അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. കാരണം അദ്ദേഹം വരുന്നത് ഞങ്ങൾക്കൊരു ഭാരമായിട്ട് എനിക്ക് ആ നിമിഷം പെട്ടെന്ന് എനിക്ക് തോന്നി. നടന്നു പോകുമ്പോൾ ഞങ്ങളൊക്കെ അല്പം സ്പീഡിൽ നടക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങളുടെ നടത്തത്തിന് വളരെ സ്പീഡ് കുറയും. അപ്പം ഞാൻ അദ്ദേഹത്തെ പരമാവധി നിരുത്സാഹപ്പെടുത്തി. വേണ്ട, കാരണം ഞങ്ങൾ നടന്നു പോവുകയാണ്, വഴി വളരെ അകലെയാണ്, ഏകദേശം ഒരു 10 കിലോമീറ്റർ ഒന്നും ഉള്ളൂ. പക്ഷേ 10 കിലോമീറ്റർ അദ്ദേഹം നടന്നെത്തണമെങ്കിൽ സ്വല്പം സമയം പിടിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല അച്ഛാ എനിക്ക് വരണം, അച്ഛൻ്റെ കൂടെ വരണം. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം പ്രായമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തീഷ്ണത, ഇന്നും അത്രയും വഴി നടന്നു പോകാനുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണത, കർത്താവിന് വേണ്ടിയുള്ള ആ ഒരുക്കം കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ തടയണ്ട എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒരു പാതി സമ്മതത്തോടുകൂടി എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം നടന്നു തുടങ്ങി. പലപ്പോഴും വളരെ സ്ലോവിലാകുമ്പോൾ ചില ചെറുപ്പക്കാർ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് കൂടെ നിന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പതുക്കെ നടന്നു. ഇപ്പോൾ നമ്മുടെ സിനഡ്, മാർപ്പാപ്പ പറയുന്ന സിനഡിൽ ഗോ വിത്ത് ദ എന്ന് പറയുമ്പോൾ എപ്പോഴും ഗോ വിത്ത് ദ പീപ്പിൾ. എനിക്ക് ആ സമയത്ത് ആ ചിന്തയാണ് വന്നത്. അദ്ദേഹത്തിന് ഞങ്ങളോട് പോലെ സ്പീഡിൽ നടക്കാൻ സാധിക്കില്ല, വേഗതയിൽ നടക്കാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് സ്ലോവിലും നടക്കാനേ സാധിച്ചുള്ളൂ. അപ്പോൾ ചില ചെറുപ്പക്കാരും ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഗോ വിത്ത് ദ പീപ്പിൾ എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടി അദ്ദേഹത്തിനോട് സാവധാനം നടന്നു. എനിക്ക് അത്ഭുതം തോന്നി. ആ 10 കിലോമീറ്റർ അദ്ദേഹം അങ്ങോട്ട് നടന്നു, തിരിച്ച് 10 കിലോമീറ്റർ തിരിച്ചും നടന്നു. അങ്ങനെ ഒറ്റ ദിവസം 20 കിലോമീറ്റർ ഈ പ്രായമായ അവസ്ഥയിലും അദ്ദേഹം നടന്നത് തീർച്ചയായിട്ടും കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടും കർത്താവിനോടുള്ള തീഷ്ണതയും കൊണ്ടാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, പള്ളികളൊന്നുമില്ല, സ്ട്രക്ചേർഡ് പള്ളികളൊന്നുമില്ല, മരത്തിൻ്റെ തണലിൽ കുർബാന അർപ്പിക്കുന്ന ചിത്രങ്ങൾ. അത് എന്നെ ഒത്തിരി ആവേശഭരിതരാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികളോടൊക്കെ, കാറ്റീസം കുട്ടികളോടൊക്കെ അതിനെക്കുറിച്ചും പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവം എങ്ങനെ തോന്നുന്നത്? അതായത് കേരളത്തിൽ പള്ളികളുടെ വലിയ ഗോപുരങ്ങൾ പണിയുമ്പോൾ അവിടെ നിന്ന് പോയ ഒരാൾ എന്ന നിലയ്ക്ക് അവിടെ ചെന്നിട്ട് മരത്തിൻ്റെ തണലിൽ ഖുർആൻ അർപ്പിക്കുന്ന അനുഭവമൊക്കെ. എനിക്ക് വില്ലേജുകളിലേക്ക് വണ്ടിക്ക് പോകാവുന്ന പല വില്ലേജുകളുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഒരു അനുഭവം തോന്നിയിരിക്കുന്നത് പലപ്പോഴും നടന്നു പോകുമ്പോഴാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ശിഷ്യന്മാരൊക്കെ കർത്താവിനെ കൂടെ നടന്നു പോകുന്ന പല ഫിലിമിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് സുവിശേഷത്തിൽ. പക്ഷേ ഫിലിമുകൾ നമ്മൾ കാണുന്ന കർത്താവ് ചിരിച്ചും ബഹളടിച്ചും വർത്താനം പറഞ്ഞും കളിച്ചൊക്കെ സ്ലീഹന്മാരുടെ കൂടെ പല വില്ലേജുകളിലും പോകുന്നത്. അപ്പോൾ നടന്നു പോകുമ്പോൾ എനിക്ക് അത്രയൊരു ഫീലിംഗ് കിട്ടാറുണ്ട്. ആ ഒരു അനുഭവം ജനങ്ങളുടെ കൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ, നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിൽ കാണുന്ന എല്ലാവരെയും നമുക്ക് അഭിസംബോധന ചെയ്യാം, ഗ്രീറ്റ് ചെയ്യാം, വിശേഷങ്ങൾ ചോദിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ പലപ്പോഴും പോകാറുള്ളതും. അപ്പോൾ അതൊരു അനുഭവമാണ് വില്ലേജുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന പള്ളികളും അതുപോലെ തന്നെ പള്ളികളില്ലാത്ത പല വില്ലേജുകളുണ്ട്. അപ്പോൾ സാധാരണ കുർബാനയൊക്കെ അർപ്പിക്കുന്നത് പുളിയുടെ ചോട്ടിലായിരിക്കും. പുളി അവർക്കൊരു സേക്രഡ് മരമാണ്. അപ്പോൾ പുളി ഇല്ലെങ്കിൽ തന്നെ മറ്റു പല മരത്തിൻ്റെ ചോട്ടിലേക്കായിരിക്കും കുർബാന അർപ്പിക്കുന്നത്. നമ്മുടെ വലിയ പള്ളിയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് പാട്ടുകളുടെ ആ ആരവൊക്കെ വരുമ്പോൾ നമുക്ക് സൈക്കോളജിക്കലായിട്ട് നമുക്ക് കുറേ ഭക്തി തോന്നും. പക്ഷേ വില്ലേജിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് ഡ്രംസ് ഇല്ല, ഓർഗണില്ല, ഗിറ്റാറില്ല. പക്ഷേ നമുക്ക് ഭക്തി കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു അവസരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങനത്തെ അവസ്ഥയിലാണ് ഈശോ വില്ലേജുകൾ സന്ദർശിച്ചതും. അപ്പോൾ ഞങ്ങൾ അതേ മൂഡിൽ, അതേ ഭാവത്തിൽ തന്നെയാണ് വില്ലേജുകളെ സന്ദർശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. ഞങ്ങൾക്ക് വളരെ ആവേശം തരുന്നതാണ്. മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുന്ന, അച്ഛൻ ഇപ്പോൾ ഏകദേശം 27 വർഷത്തോളം, 2 വർഷം ബ്രദറായിട്ടാണെന്ന് തോന്നുന്നു അച്ഛനാവുന്നതിന് മുമ്പ്, ബാക്കി 25 വർഷത്തോളം അച്ഛനായി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്ര പേരെ ബാപ്റ്റിസം കൊടുത്തിട്ടുണ്ടാകും? ഏകദേശം ഒരു കണക്ക് ഞാൻ പറയണേ. എന്നോട് പലരും ചോദിക്കാറുണ്ട് എത്ര ബാപ്റ്റിസം കൊടുത്തെന്ന്. സാധാരണ മാമോദിസ ആഫ്രിക്കയിൽ ഒരുപാട് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു രീതിയിലുള്ള മാമോദിസയല്ല. ഞാൻ ഒരു ദിവസം തന്നെ 100ഉം 125 മാമോദിസ നൽകിയ ദിവസങ്ങളുണ്ട് അവിടെ മഡഗാസ്കറിൽ. നമ്മുടെ നാട്ടിലെ പോലെ ഓരോ കൊച്ചു പിറക്കുമ്പോഴും അവരെ കൊണ്ട് മാമോദിസ കൊടുക്കുന്ന രീതിയേക്കാളും കൂടുതലായിട്ട് പ്രത്യേക ഒക്കേഷനുകളിലാണ് അവിടെ മാമോദിസയ്ക്ക് കൊച്ചുകളെ ഒരുക്കുക.
വലിയവരെ മാമോദിസ ഒരുക്കുന്ന സമയം മിക്കവാറും ഈസ്റ്ററിനോട് ബന്ധിച്ചാണ്. കാരണം അഡൽട്ട് ബാപ്റ്റിസത്തിൻ്റെ ഒരു സമയമാണത്. പക്ഷേ കൊച്ചുങ്ങളെ പലപ്പോഴും ഞങ്ങൾ പുതിയ പള്ളികളിലൊക്കെ പോകുമ്പോൾ ജനങ്ങളെ ആവേശം കൊള്ളിച്ച് അല്ലെങ്കിൽ അവരെ ഒരുക്കി അവരുടെ മക്കളെ ബാപ്റ്റിസം നടക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഞാനിപ്പോൾ പുതിയ പള്ളിയിൽ വന്നിട്ട് ഏകദേശം 3 വർഷങ്ങളായിട്ടുള്ള ബേത്താലത്തല എന്ന ഗ്രാമത്തിൽ വന്നിട്ട് 800 ചില്ലാനും ബാപ്റ്റിസം ഞങ്ങളവിടെ നടത്തിയിട്ടുണ്ട് ഈ 3 വർഷത്തിലൊരിക്കൽ. ഇപ്പം ഞാൻ 27 വർഷമായി. അപ്പോൾ ഈ 3 വർഷം ഇൻറ്റു 27 വർഷം നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും 1000, 2000, 3000 ബാപ്റ്റിസം ഒരു പക്ഷേ ഞാൻ നടത്തിയിരിക്കാം. ഞാനൊരിക്കലും കൊടുത്ത ബാപ്റ്റിസം എണ്ണി നോക്കിയിട്ടില്ല. അവസാനം 800 എന്ന് പറയാൻ കാരണം ഒരുമിച്ച് ഒരു രജിസ്റ്ററിൽ ആ പേരുകൾ വന്നതുകൊണ്ട് എനിക്കത് എണ്ണിച്ചില്ലാനും ഒരുമിച്ച് പറയാനായിട്ട് സാധിക്കും. മറ്റു ബാപ്റ്റിസം പലപ്പോഴും പല സ്ഥലത്ത് പല രജിസ്റ്ററിൽ രേഖപ്പെടുത്തി പോയതുകൊണ്ട് ഞാനൊരിക്കലും പിന്നെ അതിൻ്റെ എണ്ണം അറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. മഡഗാസ്കറിൽ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും ആവശ്യമായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? മഡഗാസ്കറിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് ഫാസ്റ്ററിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് സുവിശേഷവൽക്കരണം. മഡഗാസ്കർ 3 കോടി ജനങ്ങളുണ്ടെങ്കിലും പകുതിയിലധികം ജനങ്ങൾ ഈശോയെ അറിയാത്തവരും അതേസമയം മറ്റു മതങ്ങളിൽ പെടാത്തവരുമാണ്. നമ്മുടെ കത്തോലിക്ക സഭ ഇപ്പോൾ അതിന് മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ മിക്കവാറും നമുക്ക് അവരെയൊക്കെ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പ്രയോറിറ്റി എപ്പോഴും ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. കാരണം ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത വളരെ വളരെ താഴെ നിലവാരത്തിലാണ്. നമുക്കറിയാം ഈ ബാംഗ്ലൂരിനെ പോലുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാവരും നല്ല സൗകര്യങ്ങളൊക്കെ താമസിക്കുമ്പോൾ അവിടെ വളരെ പാവപ്പെട്ട മനുഷ്യർ. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലുള്ളവർക്ക് എങ്ങനെയാണ് അവർ സഹായിക്കാനൊക്കെ ഇതിൽ പറ്റുക? അതങ്ങനെ ഞങ്ങളോട് ചിന്ത പങ്കുവയ്ക്കാമോ? ബാംഗ്ലൂർ എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയിലുള്ള പല നഗരങ്ങളും വളരെ ഡെവലപ്ഡ് ആണ്. വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക നിലയിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. മഡഗാസ്കർ ആഫ്രിക്കയിൽ തന്നെ വളരെ പാവപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ്. ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമത്തിലും ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഗ്രാമങ്ങളാണ്. വിദ്യാഭ്യാസപരമായിട്ട് വളരെ കഷ്ടപ്പാടും ദയനീയാവസ്ഥയിലുള്ള ഒരു സ്കൂളുകളാണ് വില്ലേജുകളിലൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് നമുക്ക് സഹായിക്കാവുന്നൊരു ഫീൽഡാണ് പാസ്റ്ററൽ സർവീസിനോടൊപ്പം എഡ്യൂക്കേഷനും അതോടൊപ്പം അല്പം ശുശ്രൂഷപരമായ രംഗത്തും ഹീലിംഗ് മിനിസ്ട്രിയിലും നമുക്ക് എങ്ങനെ സഹായിക്കാമെന്ന് തോന്നിയാൽ ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടായ്മ അത് വലിയൊരു ശക്തിയാണ്. അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു ശക്തിയാണ് ആരെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയണത്. അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് മിഷണറിമാരെ അയക്കുക എന്നുള്ളത്. അത് പലപ്പോഴും എല്ലാ കുടുംബങ്ങൾക്കും മിഷണറിമാരെ അങ്ങോട്ട് അയക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് കുടുംബങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കാവുന്നത് പ്രാർത്ഥനയോടൊപ്പം സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മഡഗാസ്കർ പല ഗ്രാമങ്ങളിലും ചെറിയ സ്കൂളുകൾ നടത്തുന്നുണ്ട്. വലിയ നിലവാരമുള്ള സ്കൂൾ നമ്മുടെ കേരളത്തിലേതുപോലെ അല്ലെങ്കിൽ ഭാരതത്തിലേതുപോലെ നടത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ചെറിയ സ്കൂളുകൾ ചെറിയ ടീച്ചേഴ്സിനെ ചെറിയ ശമ്പളത്തിൽ വെച്ച് നമുക്ക് ആ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ ജോലി സാധ്യതയ്ക്ക് അധികം പ്രയോറിറ്റി കാണുന്നില്ലെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ലെങ്കിൽ തന്നെയും വിദ്യാഭ്യാസം അവരെ ആധ്യാത്മികമായിട്ടാണെങ്കിലും ഭൗതികപരമായിട്ടും വളരുവാനായിട്ട് സഹായിക്കുക അത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്കൂളുകളെ നമ്മൾ സഹായിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഓരോ മിഷനെ സഹായിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ തന്നെ സ്പോൺസർ ചെയ്യുക. ഇത്ര വരെ ആ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ വസ്ത്രം, അല്ലെങ്കിൽ അവരുടെ ഫീസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കുവാനും സ്കൂളിൻ്റെ അത്യാവശ്യ ചിലവുകളിലേക്കുള്ളതാണ് ഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. ഞാൻ കേൾക്കുന്നത് അതായത് അവിടെ ദേവിളിക്ക് വളക്കൂറുള്ള മണ്ണാണ്. ഇപ്പം നമ്മൾ ഒരു സെമിനാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ ധാരാളം ദേവിളികൾ വരുന്നുണ്ട്. അതിൻ്റെ പോസിബിലിറ്റി എങ്ങനെയാണ് കാണുന്നത്? മഡഗാസ്കർ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. അതോടൊപ്പം 23 രൂപതകളുണ്ട്. പക്ഷേ ഞങ്ങൾ CMA അച്ഛന്മാർ ആദ്യം ചെന്ന് ജോലി ചെയ്ത സ്ഥലം മുറുണ്ടാവ് എന്ന രൂപതയിൽ വളരെ ചെറിയ ശതമാനമേ ക്രിസ്ത്യാനികളുള്ളൂ. അവിടെ വൊക്കേഷൻ ദൈവവിളിയും വളരെ ചെറിയ രീതിയിലുള്ളൂ.
പക്ഷേ ഇപ്പോൾ നമ്മൾ പല രൂപതകളിൽ ജോലി ചെയ്യുന്നതിൻ്റെ സേവനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടുത്തെ കുട്ടികളെ വൈദികരാകാൻ സന്യാസികളാകാൻ എടുത്തു തുടങ്ങി. ഇപ്പോൾ ബാംഗ്ലൂർ ധർമാറാം കോളേജിൽ 2 ചെമ്മാച്ചന്മാർ ഫിലോസഫി പഠിക്കുന്നുണ്ട്, മഡഗാസ്കറിൽ നിന്ന് മലഗാസികൾ. അപ്പോൾ അവരുടെ ഫോർമേഷന് വേണ്ടി നമുക്ക് ഒത്തിരി ചിലവുണ്ട്. അവിടെ പഠിക്കുകയാണെങ്കിലും ഭാരതത്തിലേക്ക് അയക്കുകയാണെങ്കിലും അവരിപ്പോൾ നൗഷീറ്റ് കഴിക്കുന്നത് കെനിയയിലാണ്. കെനിയയിലേക്ക് അയക്കുന്നതിനൊക്കെ വളരെ ചിലവുണ്ട്. ബൈബിളുടെ കാര്യത്തിൽ വളരെയധികം സാധ്യതകളുള്ള രാജ്യമാണ് ആഫ്രിക്ക. കാരണം ഇന്ന് പല കോൺഗ്രിഗേഷൻസും സന്യാസ സഭകളും ആഫ്രിക്കയിലേക്കാണ് തിരിക്കുന്നത് കൂടുതൽ വൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഡഗാസ്കറിലും അതുപോലെ തന്നെ ധാരാളം വൊക്കേഷനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവരെ ഒരുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വേണം. നമുക്ക് അവരെ അച്ഛന്മാരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സന്യാസികളായിട്ടാണെങ്കിലും ഒരുക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വേണം, ഹൗസുകൾ വേണം, പഠിക്കാനുള്ള പഠനഗ്രഹങ്ങൾ വേണം, പിന്നെ അവരെ പഠിപ്പിക്കാനുള്ള മറ്റ് ചിലവുകളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു കേട്ടത് ഒരു ബ്രദറിനെ അത് പഠിപ്പിക്കാനായിട്ട് ഓരോ വർഷം ഒരു 60,000 രൂപയുടെ കാര്യമാണ് പറഞ്ഞു കേട്ടത്. ബാംഗ്ലൂരിനെ പോലെ സ്ഥലങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ബ്രദറിനൊക്കെ എല്ലാ വർഷവും സ്പോൺസർ ചെയ്യാനൊക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കുറച്ചുകൂടി നല്ലതല്ലേ? അങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടെങ്കിൽ അത് മഡഗാസ്കർ മിഷന് വലിയൊരു സഹായമായിരിക്കും. കാരണം ഞങ്ങൾക്കും ഇപ്പോഴും കുട്ടികളെ എടുക്കാൻ അല്പം ഭയമുള്ളത് ഈ സാമ്പത്തികമായ പരിമിതികൾ മൂലമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അത് മീറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായാൽ നമുക്ക് കൂടുതൽ കുട്ടികളെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന കുട്ടികളെല്ലാം അങ്ങേയറ്റം പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കെനിയയിൽ നമ്മൾക്ക് ഇന്ന് 10 അച്ഛന്മാരുണ്ട്. മഡഗാസ്കറിൽ അതുപോലെ തന്നെ അധികം കാലം കഴിയുന്നതിന് മുൻപ് തന്നെ മഡഗാസ്കറിൽ നിന്നും മലഗാസി അച്ഛന്മാർ നമ്മുടെ സഭയിൽ CMI സഭയ്ക്ക് വേണ്ടി ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ ജോൺസൺ അച്ഛനെ നമ്മൾ ബ്രദറായിട്ട് ചേരുന്നത് 1986-ലാണ്. അപ്പോൾ അന്ന് കാണുന്ന അതേ ആവേശത്തിൻ്റെ ഒട്ടും കുറവാന്നില്ല, ആവേശം കൂടിയിട്ടുള്ളൂ പ്രായമായിട്ടും. ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മിഷണറി ആകണം, മിഷണറി പ്രവർത്തനത്തിൻ്റെ തീഷ്ണത ഞങ്ങൾക്കൊക്കെ ഓരോ മെസ്സേജുകളിലൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. അതിൻ്റെ സീക്രട്ട് എന്താണ്? പ്രായമാകുമ്പോൾ നമുക്ക് സ്വല്പം ക്ഷീണമൊക്കെ തോന്നുമല്ലോ, പക്ഷെ ഒട്ടും ക്ഷീണം തോന്നാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ്. ശാരീരികമായ ക്ഷീണമൊക്കെ പലപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ സന്തോഷപൂർവ്വമാണ് ഞാൻ മിഷനിൽ പോകാനായിട്ട് സമ്മതിച്ചതും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മിഷനിൽ പോകുമ്പോൾ കൂടുതൽ ഈശോയോട് കൂടുതൽ അടുത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട് എനിക്ക്. നാട്ടിൽ ഇല്ല എന്നല്ല, പ്രാർത്ഥനയുടെ സമയങ്ങൾ ഞങ്ങൾക്ക് പലപ്പോഴും ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും കൂടുതൽ ഈശോയുടെ അടുക്കുന്ന ഒരു അനുഭവം പലപ്പോഴും മിഷനിൽ എനിക്ക് കിട്ടാറുണ്ട്. ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരില്ലാത്തതുകൊണ്ട് കൂടുതൽ ഈശോയിലേക്ക് തിരിഞ്ഞത് കൊണ്ടാകാം. അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ പ്രത്യുതിരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാകാം ഈശോയുടെ കൂടെ തന്നെ മരണം വരെ അങ്ങനെ ആകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നത്. ഈ ഇടവക സെൻറ്റ് മേരീസ് ചർച്ച് ബസവനഗർ ഗദാസ്പുര ഇടവകയാണ്. ഞങ്ങൾ ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ്. മുമ്പ് കെനിയായിരുന്നു ഞങ്ങളുടെ മിഷൻ സൺഡേക്കുള്ള ഒരു പ്രധാന പ്രാർത്ഥനാ വിഷയവും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. 4 വർഷമായിട്ട് മഡഗാസ്കറാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം. അപ്പോൾ ഞങ്ങൾ ഈ 4 വർഷങ്ങളായിട്ട് ചെയ്തു മൈ മിഷൻ മൈ മഡഗാസ്കർ എന്നുള്ളൊരു ഒരു മോട്ടോ ആണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ ആവേശത്തോടുകൂടി ഞങ്ങളുടെ ഓരോ മിഷൻ സൺഡേ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ വിളിപ്പിച്ചിരുന്നു, മൈ മിഷൻ മൈ മഡഗാസ്കർ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആ ആവേശം അങ്ങനെ കുത്തി നിറയ്ക്കാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ളൊരു ചിന്തകൾ ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ 27 വർഷം ജോലി ചെയ്തിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഒരു സാഹചര്യം ചിലപ്പോൾ ജീവിതത്തിലുണ്ടാകും, കുറേ ഉണ്ടാവും, ഓരോണം. ആ സമയത്ത് ഇപ്പോൾ ഈശോയോടുള്ള വലിയ സ്നേഹമാണെന്ന് പറഞ്ഞല്ലോ, ആ ഈശോ എങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? പെട്ടെന്നുള്ള ചോദ്യമാണ്. ഒരുപാട് മനുഷ്യനെ വിഷമിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഇപ്പം എൻ്റെ ഓർമ്മയിൽ വന്നൊരു കാര്യം, ഞാൻ മഡഗാസ്കറിൽ ചെന്നിട്ട് 3ാമത്തെ വർഷം അവിടെ അങ്കിലിസാത്തു, നിങ്ങൾ പലപ്പോഴും പറയാറുള്ള അങ്കിലിസാത്തു എന്ന ഗ്രാമത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വികാരിയായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്കിലിസാത്തു പള്ളി അന്ന് ഇതുപോലെ തന്നെ ചെറിയൊരു പള്ളിയാണ്. 6 മീറ്റർ വീതിയുള്ള ഒരു 16 മീറ്റർ നീളമുള്ള ഒരു പള്ളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായി താമസിച്ച് തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് പള്ളിയിലെ ആൾക്കാർ വരാൻ തുടങ്ങി. പള്ളി പോരാതെ വന്നു. അപ്പോൾ പള്ളി വലുതാക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം അധികം പ്രോജക്റ്റുകളും എനിക്ക് പരിചയമില്ല പ്രോജക്റ്റ് എഴുതാനായിട്ട്. ഭാഷ ഞാൻ മലയാളി ഭാഷ പഠിച്ചു വരുന്നേ ഉള്ളൂ. എങ്കിലും അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളൊരു പള്ളി പണിയാൻ തീരുമാനിച്ചു.
അപ്പോൾ അന്നത്തെ പള്ളി 2001 ഞങ്ങൾ പള്ളിപ്പണി സ്റ്റാർട്ട് ചെയ്തു. പള്ളിപ്പണി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പ്രധാന ലക്ഷ്യം കൂടുതൽ നല്ലൊരു പള്ളി വേണമെന്നുള്ളൊരാശയം മാത്രമേ ഉള്ളൂ. അന്ന് വരെ ആ പള്ളി അറിയപ്പെട്ടത് ഷന്താർക്ക് എന്ന് പറഞ്ഞാൽ ജോവാൻ ഓഫ് ആർക്ക് എന്നുള്ള ഒരു വിശുദ്ധയുടെ പേരിലാണ്. പക്ഷേ പിതാവ് എനിക്ക് സമയം തന്നത് പള്ളിക്ക് കല്ലിടാനായിട്ട്, പുതിയ പള്ളിയിടം തന്നത് തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഈശോയുടെ പ്രത്യേക സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കുന്ന ഒരു സമയം കൂടെയാണ് നമ്മൾ ജൂൺ മാസത്തിൽ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസം. അപ്പോൾ പിതാവ് വന്ന് കല്ലിട്ടപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് തോന്നി അന്ന് തന്നെ ഉള്ളിലൊരു ആഗ്രഹം തോന്നി, ഈശോയുടെ തിരുഹൃദയമായിരിക്കണം ജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പള്ളിപ്പണി തുടങ്ങി. ചെറിയൊരു സഹായം കിട്ടി. അപ്പോൾ ഞാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, നമ്മൾ പണിയെടുക്കണം. അപ്പോൾ ഞാനും അവരുടെ കൂടെ പണിയെടുക്കും. ഞങ്ങൾ വണ്ടിയുണ്ട്, ഒരു പിക്കപ്പ് വണ്ടി വാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാട്ടിൽ നിന്ന് കല്ല്, മണൽ, മണ്ണ് ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചില്ല. അതൊക്കെ ഞാൻ വണ്ടിയിലടിക്കും, ആൾക്കാർ കാട്ടിൽ അത് സംഭരിക്കും, മരം അങ്ങനെ ചെയ്ത്. അപ്പോൾ അങ്ങനെ പണിയുന്ന അവസരത്തിൽ ഒരു ചെറുപ്പക്കാരൻ സുളൂഫു, അവൻ വേറെ അകലെ നിന്നൊരു ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് മാറി താമസിച്ചതാണ്. അപ്പോൾ അവന് ഞായറാഴ്ച പണിയെടുക്കുന്ന അവൻ്റെ ഉടമസ്ഥൻ ഞായറാഴ്ച പള്ളി പോകാനായിട്ട് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അവൻ അപേക്ഷ വെച്ച്, അച്ഛാ എനിക്ക് അയാളുടെ അടുത്ത് നിന്ന് പള്ളി വരാൻ പറ്റണമെന്നില്ല, അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ ഞങ്ങളുടെ കാറ്റഗിസ്റ്റൊക്കെ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ ഞാൻ അവന് സ്കൂളിൽ കിടക്കാൻ അവസരം നൽകി. അപ്പോൾ എല്ലാ ദിവസവും 4 വോളണ്ടിയേഴ്സ് പള്ളിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ജോലി ചെയ്തിരുന്നു. ഒരു വർഷം ഞങ്ങൾ അങ്ങനെ പണി ചെയ്തിട്ടാണ് ആ പള്ളി തീർത്തത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളങ്ങനെ വോളണ്ടിയേഴ്സ് ആയിട്ട് മണലെടുക്കാൻ പോയപ്പോൾ സുളുഫ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനും എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഒരു കാലത്തോട്ട് വൈകിട്ട് വരെ ഞങ്ങൾ വണ്ടിക്ക് മണലടിച്ചു തന്നു. പുഴയുടെ തീരത്ത് അവസാനത്തെ ട്രിപ്പ് മണൽ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം കൂടെ വന്ന ചെറുപ്പക്കാർ പറഞ്ഞു, അച്ഛൻ ഞങ്ങളൊന്ന് കുളിക്കണം. അങ്ങനെ അവരെല്ലാവരും കുളിക്കാൻ പോയി. അപ്പോൾ സുളുഫ് പറഞ്ഞു, അച്ഛൻ ഞാൻ കുളിക്കുന്നില്ല, എനിക്ക് പനിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ വണ്ടിയിലിരുന്നു. അവർ തൊട്ടടുത്ത് പുഴയിൽ കുളിക്കാനിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിലൊരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, അച്ഛാ സുളുഫിനെ കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സുളുഫ് ഇവിടെ അടുത്തുണ്ടായില്ലോ. ഇല്ല, അവൻ ഞങ്ങളുടെ കൂടെ കുളിക്കാനിറങ്ങിയിട്ട് ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവൻ വല്ല ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി കാട്ടി പോയിട്ടുണ്ടായിരിക്കും. ഇല്ല അച്ഛാ, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അവനിപ്പോൾ കാണാനില്ല. അതിൻ്റെ അർത്ഥം അവൻ പുഴയിൽ മുങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ എനിക്ക് പുഴയിൽ ഇറങ്ങാൻ അല്പം പേടി തോന്നി. കാരണം അപ്പം മഴ പെയ്ത് പുഴ അല്പം ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കൂടെ വന്നവർക്ക് ആർക്കും ധൈര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ വേഗം പള്ളിയിൽ പോയിട്ട് ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരാം, നിങ്ങൾ വേറെ ആരെങ്കിലും അന്വേഷിക്കുക പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി. പോണ വഴിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണേ, മണലിൽ നിറച്ച പോണ വണ്ടിയിൽ ചെന്ന വഴിക്ക് ഞാൻ കാറ്റഗിസ്റ്റും മറ്റാൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, നമ്മുടെ സുളുപ്പ് വെള്ളത്തിൽ പോയി, വേഗം പോകണം. അപ്പോൾ അവർ പറഞ്ഞു പോലീസിൽ അറിയിക്കണം, കാരണം കാണാതായി ആദ്യം പോലീസിനെ അറിയിക്കണം, നമ്മൾ നേരെ പോയി ശരിയാവില്ല. അപ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങി. പോലീസിനെ അറിയിച്ചു. പോലീസുകാരൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും പുഴയുടെ തീരത്തെത്തിപ്പോഴേക്കും ആരോ വെള്ളത്തിൽ പരിചയമുള്ള ഒരാളോ വന്ന് വെള്ളത്തിൽ മുങ്ങി ഈ സുളുഫിനെ കണ്ടെത്തി അവൻ്റെ ശരീരം പാറപ്പുറത്ത് കെടുത്തിയിരുന്നതാണ് ഞാൻ കണ്ടത്. എനിക്ക് ഭാഷയില്ല, അവിടുത്തെ ആൾക്കാരെ അധികം അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു അവസരം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, ഈശോയെ അവനെ പെട്ടെന്ന് കിട്ടണമെന്ന്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ശരീരം പാറപ്പുറത്ത് കിടക്കുന്നത് കണ്ടാണ് മരിച്ച അവസ്ഥയിൽ. പക്ഷേ അതിന് ശേഷം അവന് ഒരു ഭാര്യയുണ്ട്, കുട്ടികളുണ്ടായിരുന്നില്ല. അവൻ്റെ ശരീരം ഞങ്ങളുടെ പുതുതായി പണിതിരിക്കുന്ന പള്ളിയിലാണ് വെച്ച് രാത്രി മുഴുവൻ, അവരുടെ രീതി അനുസരിച്ച് അവരുടെ വീട്ടിൽ രാത്രി മുഴുവൻ വെച്ച് അവരുടെ ആചാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവനെ പള്ളിയിൽ വെച്ചു, പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ തന്നെ അവൻ്റെ ശരീരം വെച്ചു. അവൻ്റെ വീട് ഏകദേശം 600 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ പോലീസിൻ്റെ ഇന്നൊക്കെ പേപ്പേഴ്സൊക്കെ ശരിയായിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം അവൻ്റെ വീട്ടിലേക്ക് ശവം കൊണ്ട് എത്തിക്കണം. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ആരെങ്കിലും നമ്മൾ ഒരു അകലെയുള്ളൊരു വീട്ടിൽ നിന്ന് ഒരാളുടെ ശവശരീരം നേരെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ. അന്ന് ടെലിഫോണില്ല, അറിയിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അപ്പോൾ അവൻ്റെ ഭാര്യ കൂടെ വന്ന് ഞങ്ങളുടെ കാറ്റഗിസ്റ്റോ കൂടി വന്ന് ഞങ്ങൾ അവൻ്റെ ശവശരീരം ഞങ്ങളുടെ പിക്കപ്പ് വണ്ടിയിൽ തന്നെ കയറ്റി ഈ 600 കിലോമീറ്റർ അകലേക്കുള്ള സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ അവൻ്റെ ഒരു കസിൻ, ഒരു മേയർ അവരുടെ അടുത്തുള്ളൊരു ടൗണിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം പോകാമെന്ന് ഞങ്ങളുടെ കൂടെ വന്നവർ പറഞ്ഞു. അവിടെ പോയി ഞങ്ങൾ വിവരം അറിയിച്ചു. അപ്പോൾ മേയർ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, പക്ഷേ പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് ഇവൻ്റെ ശവശരീരമായിട്ട് പോകണ്ട, ഞാൻ ആദ്യം പോയിട്ട് അവരെ അറിയിക്കാം. അപ്പോൾ അങ്ങനെ അയാൾ ആദ്യം പോയി അവരെ അറിയിച്ചു, ഞങ്ങളോട് പിന്നാലെ ചെല്ലാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ആ വീട്ടുകാർ ഞങ്ങളെ പ്രത്യേകിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് സുളുഫിൻ്റെ ബന്ധക്കാരും അന്ന് വന്നതും ഞങ്ങളെ സ്വീകരിച്ചതും. ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തുന്നൊരു വാക്ക് അവരുടെ വശം ഞങ്ങൾക്ക് ഉണ്ടായില്ല.
ഞാൻ അവരുടെ വീട്ടിൽ അല്പം നേരം ഇരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനെ ഇനി തിരിച്ചു പോക്കോ, ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവരുടെ കൂടെ ശവസംസ്കാരം അവർ കുറച്ച് ദിവസങ്ങളെടുക്കും, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന്. അത് വളരെ ദുഃഖമുണ്ടായ ഒരു അവസ്ഥയാണ്. കാരണം പുതുതായിട്ടൊരു പള്ളി, ആദ്യമായിട്ടൊരു പള്ളി പണിയുന്ന അവസരത്തിൽ ഒരു രക്തസാക്ഷി പോലെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിട്ടുള്ള ഒരു കാറ്റഗിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സുളൂഫനെ മരിച്ചത് സ്വല്പം വേദന ഉണ്ടാക്കിയ ഒരു അവസരമായിരുന്നു അത്. ഇത് ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത്രയും വർഷം മഡഗാസ്കറിൽ ജോലി ചെയ്യാൻ ഇനിയും ആവേശം കാണിക്കുന്ന അച്ഛന് ഞങ്ങളോട്, ഈ ഇടവകയോട്, അല്ലെങ്കിൽ ഇവിടുത്തെ ബാംഗ്ലൂരിലെ മറ്റു ജനങ്ങളോടൊക്കെ, കേരളത്തിലെ ജനങ്ങളോട് ഒരു ചെറിയ സന്ദേശം പോലെ പറയാൻ പറ്റുമോ? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് എൻ്റെ ദൈവവിളിക്ക് ആധാരമായ ഒരു സുവിശേഷ ഭാഗമാണ്. ഞാൻ ചെറുപ്പത്തിലെ തന്നെ വീട്ടിൽ, കൊച്ചു ചെറുപ്പത്തിലെ ബൈബിൾ, അന്ന് അധികം ബൈബിളും നമ്മുടെ വീടുകളിലില്ല, എന്നാലൊരു ചെറിയ സുവിശേഷ ഭാഗവും മാത്രമുള്ള, പുതിയ നിയമം മാത്രമുള്ളൊരു ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പത്രോസിനെ വിളിച്ച് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യം പത്രോസ്ലീഹ അതിന് മറുപടി പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ അർത്ഥം വെറുതെ വായുകൊണ്ട് സ്നേഹിക്കുക, നാവ് കൊണ്ട് സ്നേഹിക്കുക എന്നെല്ലാം നമുക്കറിയാം, പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. പൗലോസ്ലീഹ മറുപടി പറഞ്ഞപ്പോഴും ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നോടും കർത്താവ് അത് ചോദിക്കുന്നുണ്ടെന്ന് കരുതി ഞാൻ അന്നൊക്കെ കരയാറുണ്ട് കൊച്ചു ചെറുപ്പത്തിൽ. ഭക്തി കൊണ്ടാണോ ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഇന്ന് എനിക്കറിയില്ല, എല്ലാം സമ്മിശ്ര ഒരു വികാരം. അപ്പോൾ ഇന്ന് മഡഗാസ്കറിൽ പോകാനും ഒരു പ്രത്യേക കാരണം ഇതാണ്, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും നമ്മളൊരു ധർമ്മം ചെയ്യാനുണ്ട്, ശുശ്രൂഷ ചെയ്യാനുണ്ടെന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്ക് നമ്മളോട് എല്ലാവരോടും പറയാവുന്നത്. ഈശോയെ നമ്മൾ എപ്പോഴെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിസ്വാർത്ഥമായിട്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ഏത് രീതിയിലാണെന്ന് ഓരോരുത്തരും തന്നെ അത് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം. വീട്ടിലെ കാരണവന്മാരാണെങ്കിലും വീട്ടു അമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ മക്കളായാലും അവനവന് സാധിക്കുന്ന രീതിയിൽ, ചേർന്ന രീതിയിൽ കർത്താവിനോട് പറയാൻ സാധിക്കണം, ജീവിതത്തിലൂടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രത്യേകമായിട്ട് ഇതുപോലെയുള്ള ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഈ നിമിഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് നന്ദി. മഡഗാസ്കർ മിഷനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മൈ മിഷൻ മൈ മഡഗാസ്കർ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യും ആവേശമായിട്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ നിങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടത് നമ്മുടെ ഡേവിസ് അച്ഛനിലൂടെയാണ്. ഇവിടെ വന്നപ്പോൾ കൊച്ചച്ഛനെയും കണ്ടു. അപ്പോൾ നിങ്ങളെ കാണാനായിട്ടൊരു അവസരം ആദ്യമായിട്ടാണ് എനിക്ക് ലഭിക്കുന്നത്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഓൺലൈൻ മീഡിയയിലൂടെ അല്പമൊക്കെ നിങ്ങളോട് സംസാരിക്കാനായിട്ട്, കുറച്ച് പേരോടാണെങ്കിലും സംസാരിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. അതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ മിഷനിലുള്ള എല്ലാവരും തന്നെ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടിനും ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു, നന്ദി പറയുന്നു. ഈശോ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വെൽക്കം.